അല്ല മച്ചവരപ്പോൾ ഗൈസ് അപ്പം ജോലി തുടങ്ങിയിട്ടാണ് വെച്ചാൽ മതി. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ പാലം പണിയാണ് വെച്ചാൽ മതി. പാലം പണി പതിയായിട്ടാണ് വെച്ചാൽ മതി. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് അടുത്തിട്ട് പോകാം ഗൈസ് വണ്ടിയുടെ ഗൈസപ്പോൾ ആഷിനെ കിട്ടി. ഗൈസപ്പോൾ ഇനി അമ്മമാരെ തീർക്കണം, മുസാഫറിൻ്റെ ടീമിനെ തീർക്കണം നമുക്ക് എന്തായാലും. ഗൈസപ്പോൾ നമ്മൾ അപ്പുറത്ത് അവിടെ പോയി വന്നപ്പോൾ നമ്മുടെ കാർ എത്തിച്ച് ആരാന്ന് എനിക്കറിയില്ല ഗൈസ്. മുസാഫറിൻ്റെ ടീം എന്തായാലും ഉറപ്പാണ് ഗൈസപ്പോൾ എനിക്ക് അമ്മമാരെ തീർക്കണം ഗൈസ്. ഈ ദിവസം ഞാൻ തീർക്കും ഗൈസ്, ഈ ദിവസം ഞാൻ തീർക്കും ഗൈസ്. 2025 ഞാൻ ഇറക്കും. 2025 വണ്ടി പോയിട്ടുണ്ട് വെച്ചവരെ. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാന്ന് വെച്ചമാരെ ഗൈസ്. അപ്പോൾ പുറകെ ഒരാൾ തന്നെ ഒരു അപ്പാപ്പൻ വന്ന് തന്നെ അടിക്കുന്നു. അപ്പാപ്പൻ ഒറ്റടിക്കുകയാണ്. എന്താണ് അപ്പാപ്പ? മോനെ നിന്നെ തല്ലിയ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞു. മോനെ ആരാ പറഞ്ഞത്? ജോയി മോൻ മുസാഫർ സംഘം. അവന്മാരെവിടെ? പൈപ്പിൻ ചോട്ടിൻ്റെ അവിടെ അവന്മാർ പൈപ്പിൻ ചോട്ടിൻ്റെ അവിടെ ഉണ്ട്. എഴുന്നേറ്റ് വെക്കോ, എനിക്ക് ഇടിയാണ് കേസപ്പോൾ. അപ്പാപ്പൻ നമ്മൾ കരഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടി കൊണ്ടിട്ട് കേസപ്പോൾ നമ്മൾ കൊടുക്കണേ കേസ്. ഗൈസപ്പോൾ പൈപ്പിൻ ചോട്ട് ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ കേസപ്പോൾ നമ്മൾ പൈപ്പിൻ ചോട്ട് ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്കൊരു ബൈക്ക് കിട്ടി കേസപ്പോൾ. അവന്മാരുടെ ബൈക്കാണെന്ന് ഉറപ്പാണ് കേസപ്പോൾ. മുസാഫറെ നീതി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ. അപ്പോൾ അവന്മാരുടെ ബൈക്ക് എടുത്ത് നമ്മൾ ഇത് നമ്മൾക്ക് വേണ്ടി ഇട്ടിട്ട് പോയേക്കണേന്ന് എനിക്ക് തോന്നുന്നു കേസ്. എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടാവും. അപ്പോൾ അശ്വിൻ്റെ അവിടെ ഈ അവന്മാർ എത്തിയെന്ന് പറഞ്ഞ് അശ്വിൻ എന്നെ വിളിച്ച് വേഗം വരാടാ എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞാൽ അശ്വിൻ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ കാറും കൊണ്ട് വന്നേച്ച് ചോദിച്ചപ്പോൾ അല്ലൻ അവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അപ്പോഴത്തേക്കും ഗൈസ് നമുക്കൊന്ന് പോലീസിൽ അറിയിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗുരുതരമാണ് വെച്ചാൽ വരെ ഗൈസ്. നമുക്ക് നേരെ പോകാൻ വിടാൻ വെച്ചാൽ വരെ. ഓ ഗൈസ് കണ്ടോ ഗൈസ്, അവിടെ എത്തിയപ്പോൾ ഗൈസ് ഗൈസ് തല പോയി ഗൈസ്. അയ്യോ അമ്മ ഗൈസ് തല പോയി മച്ചാൻ വരെ. ഗൈസ് വിടാ എടാ നീക്ക് കാണിച്ചാ ആരാ പറഞ്ഞ മുസാഫർ ജോയി സംഘം ചേട്ടാ അങ്ങനെയാണെങ്കിൽ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞു. എടാ നിങ്ങൾക്ക് എന്താ എന്നെ അടിക്കുന്നത്? പോടാ. തല നന്നോട്ട് പറഞ്ഞു എൻ്റെ കാർ ഞാൻ പൊട്ടിക്കും. എൻ്റെ തല സാറേ എന്താണ് നമ്മൾ 1,00,000 രൂപ കൊടുത്തു. നമ്മൾ 10 ബില്യൺ എന്തെങ്കിലും ഇറക്കിയിട്ട് നമ്മൾ ജോയിൻ മോഹൻ സംഘടനത്തിൽ കൊല്ലണില്ല കേസ്. അപ്പോൾ നമ്മൾ മാത്രം മതി ഉമ്മാരെ തീർക്കാൻ കേസ്. അപ്പോൾ അത്രേ ഉള്ളൂ കേസ്. അപ്പോൾ നമ്മൾ മതി കേസ്. അപ്പോൾ കേസ് എനിക്ക് തലകറണം പാളണം വെച്ചവരെ കേസ് പറ്റുള്ള അമ്മ കേസ്. അപ്പോൾ പറ്റുള്ള കേസ് പറ്റുള്ള കേസ് വെച്ചവരെ. വണ്ടി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേസ്. ഇപ്പോൾ കലക്കൊരഞ്ഞ് കേസ് എനിക്ക് പറ്റുള്ള വെച്ചാൽ വണ്ടി അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ കേസ് നമുക്ക് ഇടുക്കി തീർക്കാൻ പറ്റൂല കേസ്. അപ്പോൾ നമുക്ക് മറ്റേ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് തലകറങ്ങിയിട്ട് പറ്റുള്ള വെച്ചാൽ ഇപ്പോൾ കേസ്. അപ്പോൾ നമ്മൾ പോലീസിന് കേസ് കൊടുക്കണം കേസ്. അപ്പോൾ ആര്യം മറ്റേ അലൻ പറഞ്ഞു, അലൻ രജിസ്റ്ററാണ് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ നമുക്ക് കേസ് വെച്ചവരെ. പോലീസ് സ്റ്റേഷനിൽ പോകാൻ വെച്ചാൽ നമുക്ക് കേസ് പറയാൻ വെച്ചാൽ വണ്ടി നിർത്തിയോടാ. വണ്ടി നമുക്ക് കുഴപ്പമൊന്നുമില്ല. സാറേ എന്താ സാറേ ഇങ്ങനെ ഒരു കേസുണ്ടായി സാറേ. ഞങ്ങളെ ഫോണ് കുറേ പേര് ഫോൺ ചോദിച്ചു. തോക്ക് നിൻ്റെ എല്ലാം എവിടെ നിന്നാണ് തോക്ക്? സാറേ ഞങ്ങൾ ഈ ഇതായപ്പോൾ ഞാൻ എടുത്താണ് സാറേ. എൻ്റെ കൂട്ടുകാരനെ തട്ടിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇതാക്കണേ. നീയല്ലേ ആൾക്കാരെ കൊല്ലണ? നീയാണ് ആൾക്ക് കയറ ചെല്ലി കഴിച്ചപ്പോൾ പോലീസുകാരനെ ഇടിച്ചിട്ടുണ്ട് വെച്ചാൽ എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല ഒന്നും കഴിച്ചപ്പോൾ. ഇയാൾ നമ്മുടെ നിന്ന് ഫോണും മേടിച്ചില്ല, തോക്കൊന്നും മേടിച്ചില്ല. പൊട്ടനും പോലീസുകാരനാണ്. പിടിച്ച് കയറ്റി വന്നുള്ളൂ. അയാളെ തലക്കെട്ട് പിടിക്കാം, കൊന്നേക്ക അയാളെ ചത്തില്ലേ ചത്തിട്ടെന്ന് വെച്ചാലേ. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകാം. ഇടിച്ച് പൊളിക്കാൻ വേണം. ഇടിച്ച് പൊളിക്കാൻ വെച്ചാൽ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ ഇടിച്ച് പൊളിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് വെച്ചാൽ അത്ര ഉള്ളു വെച്ചാൽ വരെ. അടിച്ചുറക്കിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തെന്ന് വെച്ചാൽ വരെ നമ്മളിനി നേരെ പോകണമെന്ന് വെച്ചാൽ വരെ. വണ്ടി എടുത്ത് വളച്ചെടുത്തിട്ടുണ്ട് വെച്ചാൽ വരെ.
ഇതിപ്പോൾ നമ്മൾ നേരെ പാലത്തിനോടെ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് അവനെ ഓക്കെ ആക്കി സെറ്റ് അവനവിടെ ഓക്കെ ആണെന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരെ വളഞ്ഞു പോകാൻ പറ്റാൻ മരേ. നമുക്ക് വളഞ്ഞങ്ങോട്ട് പോകാൻ വെച്ചാലേ അയ്യോ പോട്ട് എനിക്ക് പറയാൻ പറ്റുള്ള ഗൈസ്. അവൻ്റെ പറ്റിയോ ഗൈസ് അവൻ പോവാതിരിക്കാൻ. നിർത്തണം നിർത്താം നിർത്താം ഗൈസ് അവന് നിർത്തിട്ടുണ്ട്. ഡാ പറടാ ആരാടാ ഇടിക്കാൻ പറഞ്ഞ? ജോയിമോനും മുസാഫറിൻ്റെ ടീമാ. വില കാശും തരാമെന്ന് പറഞ്ഞടാ. 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞ് അവൻ്റെ ഇടിക്കാൻ പറഞ്ഞ് അവനിടിച്ച് ഇട്ട 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞ്. നീയൊക്കെ എന്നെ ഇടിക്കണം എന്തിനാണ് പട്ടികളെ? നിൻ്റെയൊക്കെ വണ്ടി ഞാൻ പൊട്ടിക്കും. വേണ്ട വേണ്ട കഷ്ടപ്പെടുത്തുക. കഷ്ടപ്പെട്ട് ഞാൻ ഓടിച്ചോണ വണ്ടി നീ എന്തിനാണ് എന്നെ ഇടിച്ചാ? ഒരു അടിയും കൂടെ അടിച്ചാൽ പൊട്ടും നിൻ്റെ വണ്ടി കേട്ടാ. വിട്ടേക്കണ്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്നുണ്ട്. എനിക്ക് തലറിയില്ല. നമ്മൾ പെട്ടുപോയി. നമ്മൾ നടന്നു പോകണമെന്ന് വെച്ചാൽ വരെ ഇപ്പോൾ കുഴപ്പമില്ല. പോലീസ് പിന്നെയും വന്ന് കുറേ പേര് തന്നെ വന്നിടിക്കുന്ന കേസ്. പോലീസ് തന്നെ ഇടിക്കുന്നുണ്ട് വെച്ചാൽ പോലീസ് തന്നെ വെടി നോക്കണമെന്ന് വെച്ചാൽ അവരെ പെണ്ണും മുസാഫറിൻ്റെ ടീമുണ്ട് കേസ്. കൊല്ലാൻ പറ്റുള്ള നമ്മളിടിച്ചിട്ട് കഴിച്ചപ്പോൾ നമ്മൾ ജയിലിലിട്ടിട്ട് വെച്ചാൽ വരെ ഗായ്സ്. എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തെത്തണം കഴിച്ച്. അപ്പോൾ ഇയാൾ നമ്മുടെ ഫോണൊന്നും മേടിച്ചെടുത്തില്ല. ഫോണൊന്നും മേടിച്ചെടുത്താൽ ഭാഗ്യം. അപ്പോൾ ഫോൺ എടുത്തിട്ടെന്ന് വെച്ചാൽ അയ്യോ ചുരി ഫോണെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ കണ്ടില്ല അയാൾ. തോക്ക് കമ്പിട്ടുണ്ട്. പോണിട്ടാണ് നമുക്ക് എങ്ങനെയെങ്കിലും അയാളെ നമ്മൾ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ടുണ്ട്. ആശ്വിൻ പറഞ്ഞിട്ട് ആശ്വിൻ്റെ ഇതൊക്കെ മാറി. അല്ല അബുദാബിയിട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ മരേ ഗീസ. വല്ലം അബുദാബിയിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അല്ല അബുദാബിയിട്ട് പോയിട്ടുണ്ട് ഗീസ്. അപ്പോൾ ആശ്വിൻ വന്ന് കൂട്ടാൻ നമ്മൾ നേരെ റിയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂളിൻ്റെ കളി കാണാൻ പോകണം മച്ചാൻ വരെ. ഇതിപ്പോൾ തിരിക്കണം ഒന്നും എടുക്കാനില്ലല്ലോ. അപ്പോൾ കളി കാണാൻ പോകണം മച്ചാൻ വരെ. അപ്പോൾ നിങ്ങൾക്കും കൂടാൻ മച്ചാൻ വരെ. അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ പ്രൈവറ്റ് ജെറ്റിലാണ് പോണത്. ഇതിൽ കൂടെയാണ് പോണത് മച്ചാൻ വരെ. അടിപൊളി എതുമുട് പുളിമുട് കാശി ഇത് വൈബ് അമ്പാനി വൈബാവട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ പോകണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇനി പ്രശ്നമെല്ലാം മാറി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പോലീസുകാരെയും മാത്രം പഠിച്ചാൽ മതി. മുസാഫറിനെ മാത്രം പഠിച്ചാൽ ജോയിമോനെ നമ്മൾ തീർത്തു ഗൈസ്. അപ്പോൾ നമ്മളുടെ ടീം ഗോളി കീപ്പർ സേവ് റിയൽ മാഡ്രിഡ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത് വെച്ച് ഈ വീഡിയോ എടുക്കാൻ അവസരം കിട്ടി. നമ്മൾ യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. ഫാഷനെ പറ്റി യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു ഗൈസ്. അപ്പോൾ റൊണാൾഡോയുടെ നമുക്ക് അടുത്തുനിന്ന് റൊണാൾഡോ എങ്ങോട്ട് അടിക്കണമെന്നറിയില്ല. നടുക്കിട്ട് അടിച്ചു വെച്ചാൽ അവർ ഓ മൈ ഗോഡ് റൊണാൾഡോ റിയൽ മാഡ്രിഡ് റിയൽ മാഡ്രിഡ് ഒരു ഗോള് മറ്റേവർക്ക് 0 നീലാണ് വെച്ചാൽ വരെ സേവ് ഇടുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഓ ഗൈസ് സേവ് റിയൽ മാഡ്രിഡ് റിയൽ മാഡ്രിഡ് ഗൈസ്. അപ്പോൾ മെസ്സി എങ്ങോട്ട് അടിക്കണേന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ലിയോ മെസ്സിയുടെ സേവ് ഗായ്സ്. ലിവർപൂളിൻ്റെ ഗോൾ കീപ്പർ സേവ് ഇട്ടിട്ടുണ്ട് മച്ചാമാരെ. ഗൈസ് പിന്നെ ഗൈസ് അപ്പോൾ നമ്മുടെ ഗോൾ സേവ് ഇടോ അറിയില്ല ഗായ്സ്. 1-1 ഗൈസ്. അപ്പോൾ പക്ഷേ നമ്മൾ സേവ് 2 സേവ് ഉണ്ട് ഗൈസ്. അപ്പോൾ 1-1 ഗൈസ്. അപ്പോൾ എഡ്രിക്കാണ് നമ്മുടെ അടിക്കാൻ പോണ എഡ്രിക്കല്ലേ. ഗൈസ് ഗോളാവോന്ന് അറിയില്ല ഗൈസ്. ഗോൾ റിയൽ മാഡ്രിഡ് കമബീങ്ക സേവ് അല്ല ഗൈസ്. 2-2 ഗൈസ്. അപ്പോൾ പക്ഷേ നമ്മൾ 2 സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 സേവ് ഇട്ടിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നെയ്മർ എങ്ങോട്ടാണ് അടിക്കണേന്നറിയില്ല. നെയ്മർ എവിടെയാണ് അടിക്കുന്നത്?
നെയ്മർ 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 അപ്പോൾ ഇത് സേവ് ഇട്ടാൽ നമ്മൾ ജയിക്കും. ഇത് സേവ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ഗോൾ അടിച്ചാൽ നമ്മൾ ജയിക്കണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ സേവാണ് നമ്മൾക്ക് പ്രതീക്ഷ. റിയൽ മാഡ്രിഡ് റിയൽ മാഡ്രിഡ് റിയൽ മാഡ്രിഡ് റിയൽ മാഡ്രിഡ് റിയൽ മാഡ്രിഡ് ഗോയ്സ്. അപ്പോൾ നിങ്ങൾ റിയൽ മാഡ്രിഡ് ഫാനാണോ ബാർസലോണ ഫാനാണോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹാഷിന വെരി ടാറ്റാ ബൈ ബൈ.